ഹലോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൃശ്ശൂർക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. മറ്റൊന്നും കൊണ്ടല്ല, തൃശ്ശൂർ പൂരം നടക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് പിന്നിലൊരു ചെറിയ കഥയുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ 200 വർഷങ്ങൾക്ക് മുന്നെയാണ് തൃശ്ശൂർ പൂരം ആഘോഷിച്ചു വരുന്നത്. 200 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ആറാട്ടുപുഴ മഹോത്സവമായിരുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉത്സവമായിട്ട് കൊണ്ടാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആറാട്ടുപുഴ മഹോത്സവത്തിൽ നമ്മുടെ തൃശ്ശൂരിനും കൂടനല്ലൂരിൽ നിന്നൊക്കെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പൂരം കൊണ്ടാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം ഭയങ്കര കഠിനമായിട്ടുള്ള മഴ കാരണം തൃശ്ശൂരുകാർക്കും കൂടനല്ലൂരുകാർക്കും കറക്റ്റ് സമയത്ത് എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ നാടുവാഴിയായിരുന്ന അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അദ്ദേഹം തൃശ്ശൂരുകാരെയും കൂടനല്ലൂരുകാരെയും പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. അപ്പോൾ അത് ഒരു ഇൻസൾട്ടായി അവരുടെ നാട്ടിലെ നാടുവാഴികൾ തന്നെ ചേർന്നിട്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ അവരുടെ നാട്ടിൽ തന്നെ പൂരം സൃഷ്ടിക്കുക. അങ്ങനെ പൂരം കൊണ്ടാടിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ശക്തൻ തമ്പുരാൻ കൊച്ചി രാജാവായിട്ട് സ്ഥാനം ഏറ്റെടുക്കുകയും അദ്ദേഹം നമ്മുടെ ഈ പൂരം തൃശ്ശൂരിലെ പൂരം ഏറ്റെടുത്തിട്ട് അനാഥ ക്ഷേത്രത്തിന് ചുറ്റിനുമുള്ള ഒരു 10 ക്ഷേത്രങ്ങൾ സെലക്ട് ചെയ്തിട്ട് 2 ചേരികളായി തിരിച്ചിട്ട്, അതായത് നമ്മുടെ പാറമേക്കാവും തിരുവമ്പാടിയും ആയി 2ആയിട്ട് അങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ രൂപത്തിലേക്ക് എത്തിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയാണ് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ഉണ്ടായത്. തൃശ്ശൂരുകാർക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഉള്ള എല്ലാ മലയാളികൾക്കും പൂരം ഒരു വികാരം തന്നെയാണ്. എനിക്കെന്തായാലും ഇത്തവണ പൂരം കൂടാൻ പറ്റിയിട്ടില്ല ഇതുവരെയും, ഇത്തവണയും പറ്റത്തില്ല. അടുത്ത തവണ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ see you in the next video. Bye.